അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പം നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് റോബ്ലോക്സിനകത്തിലെ ഇതിൻ്റെ പേര് ഡ്രൈവിംഗ് എംപയർ അതിനകത്താണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് PC-യിലാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, വീഡിയോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് ഞാൻ ഈ ഗെയിം ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കളക്ഷൻസ് കാണിക്കാനാണ്. അപ്പോൾ ആദ്യത്തേന്ന് പറയുന്നത് ഇത് ഡ്രൈവിംഗ് എംപയർ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാറാണ്. ഇത് നമ്മുടെ ഓഡിയാണ്. ഓഡി A4 2013 മോഡലിലാണ്, ലിമോസിനാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ബെൻലിയുടെ ഒരു കിടിലൻ മോഡൽ കാറാണ്. നല്ല ലുക്കാണ്, ഈ വണ്ടി കാണുമ്പോഴേ നല്ല ലുക്കാണ്. ഇവന് 2017 മോഡലാണ്. ഇത് നമ്മുടെ ഷെവർലെറ്റ് ക്യാമറോ. എൻ്റെ ഒരു ഫേവറേറ്റ് വണ്ടിയാണ് ക്യാമറോ. സൗണ്ട് ഇതാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ യെല്ലോ കളർ ക്യാമറയാണ്. അപ്പോൾ അടുത്തത് 2019 മോഡൽ കോർവെറ്റാണ്. ഇത് നമ്മൾ അണ്ടർബോഡി ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് ഈവിന് വന്ന ഒരു റിമ്മാണ് ഇട്ടേക്കുന്നത്, ലൈറ്റൊക്കെ ഉള്ള. ഇതാണ് നമ്മുടെ കോർവെറ്റ്. അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഫെയർവെൽ സൂമർ എന്ന് പറയുന്നതാണ്. ഇതൊരു കോൾ അടിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. നല്ല വണ്ടി, നല്ല സ്പീഡൊക്കെ ഉണ്ട്. കിടിലൻ വണ്ടിയാണ്, ഇതൊക്കെ കിടിലൻ വണ്ടിയാണ്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർഡ്. ഇതാണ് കേസ്. അപ്പോൾ നമ്മുടെ ഫോർഡ് റാഫ്റ്ററാണ്. വളരെ സൗണ്ട് വേണം. അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഫോർഡ് മസ്റ്റാങ് ആണ്. 2018 മോഡൽ ഫോർഡ് മസ്റ്റാങ്. ഞാൻ വണ്ടി ഫുൾ മോഡിഫൈ ഒക്കെ ചെയ്തതാണ്. ഇതിന് ഒരു ഗ്രീൻ ഹെഡ്ലൈറ്റ് ഒക്കെ വെച്ചിരുന്നു. പിന്നെ എന്താണ്ട് ഈ റെഡ് കളർ, പിന്നെ റിമ്മൊക്കെ കണ്ട വൈറ്റ് കളറൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ 2020 നമ്മൾ KTM-ൻ്റെ ഒരു വണ്ടിയാണ്. ഇതാണ് നമ്മുടെ KTM-ൻ്റെ വണ്ടി. നല്ല ഓട്ടം റെഡ് ലൈറ്റിന്. കിടിലൻ സാധനമാണ്. റിമ്മുണ്ട്, ബ്ലൂ കളറാണ് അടിച്ചേക്കുന്നത്. പെയിൻറ്റ് ബ്ലൂ കളർ അടിച്ചേക്കുന്ന റിമ്മിന്. അപ്പോൾ അടുത്ത നമ്മൾ 2020 മോഡൽ ലാൻഡ് ക്രൂസർ, നമ്മുടെ ഡിഫൻഡർ. ശരി, നമ്മുടെ ഡിഫൻഡർ. ഇത് ബ്രോങ്കോ മറ്റേത്. ഇതാണ് അപ്പോൾ നമ്മുടെ ഡിഫൻഡർ. അടുത്ത വണ്ടി ഞാൻ ഡിഫറൻറ്റ് ഡിസ്കവറി ആണ്, പുതിയ ലേറ്റസ്റ്റ് മോഡൽ വണ്ടി. അടുത്ത വണ്ടി എന്ന് പറയുന്നത് 1988 മോഡൽ ലോട്ടസ് എസ്പ്രിറ്റ് ടെർബോ. അങ്ങനെയാന്ന് തോന്നുന്നത്. ഇതാ വണ്ടി. പൊട്ടലും ചീറ്റലും ഒക്കെ ആണല്ലോ. ശരി. ഇതാണ് വണ്ടി. വണ്ടിയുടെ ഹെഡ്ലൈറ്റൊക്കെ ഇടുമ്പോൾ പൊങ്ങി വരുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത നമ്മൾ മെക്ലാരൻ 2015 മോഡൽ മെക്ലാരനാണ്. 572 കൂപ്പ്. അപ്പോൾ ഈ കൂപ്പ് ആണ് നമ്മുടെ അടുത്ത് മെക്ലാരനൊക്കെ പണ്ട സീനാണ്. അത് ഞാൻ പ്രകാശിലും എല്ലാവർക്കും മെക്ലാരനൊക്കെ പണ്ട സീനാണ്. അടുത്ത മെക്ലാരൻ 2013 മോഡലാണ്. എങ്ങനെയുണ്ട് സെറ്റ് വണ്ടി? 2013 മോഡലാണ്. എടുക്കച്ചുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ മെക്ലാരൻ 2021 മോഡൽ നാസ്കാർ ഷെവർലെറ്റ് ക്യാമറ. ഇത് സാധനമല്ലേ. ഇനിയിപ്പം നമ്മുടെ അടുത്തത് 2021 നാസ്കാർ ഫോർഡിൻ്റെ മസ്റ്റാങ് ഡാർക്ക് ഹോഴ്സ് എന്ന് പറയുന്നൊരു കാറാണ്. ഫോർഡിൻ്റെ മസ്റ്റാങ് ലേറ്റസ്റ്റ് റേസ്കാറാക്കിയ വേർഷനാണ്. നെക്സ്റ്റ് കാർ 2013 മോഡൽ നിസാൻ GTR. ഇതാണ് ഇൻസൈൻ സാധനം.
നിങ്ങൾ കമൻറ്റ് ഇവൻ എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ഫുള്ള് മോഡിഫൈ ചെയ്ത് വെച്ചേക്കുന്ന അതിനാണ് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത്. ഞാൻ ഡ്രൈവിംഗ് കളിച്ച് ആദ്യം കിട്ടിയ ഓടി കഴിഞ്ഞ് സെക്കൻഡ് എടുത്തുകൊണ്ട് ഈ GTR ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഉള്ള വണ്ടിയല്ലേ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ. പിന്നെന്ന് പറയുമ്പോൾ നമ്മുടെ 2009 മുതൽ നിസാൻ 370Z എന്ന് പറയുന്നൊരു വണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് ഗൈസ് ആ വണ്ടി. ഇത് വലിയ കുഴപ്പമില്ല. ഡ്രിഫ്റ്റ് അടിക്കാനൊന്നും പറ്റത്തില്ല. അത് നമ്മുടെ 4 വീലർ മാറ്റണം. 2011 നിസാൻ GTR ഇതുണ്ട് ഗൈസ്. മഞ്ഞ കളർ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. കിടൽ സാധനം. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് 2017 മോഡൽ നിസാൻ GTR ബോൾട്ട് എന്ന് പറയുന്ന മോഡലാണ്. അത് ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇന്നല്ല 2 ദിവസമായി. ഞാൻ ഇപ്പോഴേ ഈ വണ്ടി എടുത്തത് കാണിച്ചു തരാം. ഇതാണ് സാധനം. എങ്ങനെയുണ്ട്? കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി തീം കണ്ടോ? സെറ്റ് പെയിൻറ്റ് വർക്കൊക്കെ. ഇതിൻ്റെ കോഡ് ഞാൻ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഡ്രൈവിംഗ് എംപയറിൻ്റെ കോഡ്സ് എല്ലാം ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഒന്ന് ഈ വീഡിയോ ആയിട്ട് വരും, അല്ല സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വരും. അടുത്തത് 2017 മോഡൽ നിസാൻ ജൂക്ക് നിസ്മോ RS എന്ന് പറയുന്ന ഒരു മോഡലാണ്. നിസാൻ്റെ തന്നെയാണ്. നിസാൻ്റെ ഫുള്ള് എടുത്തിട്ടുണ്ട്. കളക്ഷൻ കാർ കിട്ടി എനിക്ക്. ഇതാണ് ആ വണ്ടി. കാണുമ്പോൾ ഒരു ചബ്ബി ലുക്കുണ്ട്. അടുത്തത് പറഞ്ഞാൽ 1928 മോഡൽ നിസാൻ GTR ഉണ്ടല്ലോ. ഇതും പച്ച കണ്ടിട്ട് ഈ കളർ തീം ഇങ്ങനെ ഉണ്ടോ പറയണേ. നിങ്ങൾ സെറ്റ് സാധനമല്ലേ പറ. കമൻറ്റ് അടിച്ചിരിക്കുന്നത് കമൻറ്റ് അടിക്കുക. നിങ്ങളെ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണേ, ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം കൂട്ടുകാർക്ക്. 2017 മോഡൽ നമ്മൾ നിസാൻ്റെ ഒരു ട്രക്ക് മോഡലുള്ളതാണ്. ട്രക്കാണ് ഇത്. കിട്ടുന്ന സാധനമില്ല. അടുത്ത വണ്ടി എന്ന് പറഞ്ഞത് GTR എടുത്തായിരുന്നല്ലോ. ഇതല്ല, ഇത് 2019 നോബിൾ M600. ഇതാണ് ഗൈസ് നമ്മുടെ ഇപ്പോൾ വണ്ടി. നോബിൾ നമ്മൾ കയറുന്ന ആള് പുലിയാണ്. അടുത്തത് എൻ്റെ ഫേവറേറ്റ് വണ്ടി 2011 മോഡൽ പഗാനി. എൻ്റെ ആദ്യത്തെ 1 ലക്ഷത്തിൻ്റെ മണ്ടയ്ക്ക് ഉണ്ടായിരുന്നു. 1 ലക്ഷത്തെ മണ്ടയ്ക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ് സേവ് ചെയ്ത് ഈ വണ്ടി വാങ്ങിച്ചത്. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ട് 1 ലക്ഷം വരെ ഇതിനകത്ത് ഉണ്ടാക്കി എടുക്കാനേ കുറേ ഇന്ന് ഓടിച്ച ദിവസം എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് എടുത്തത്. അടുത്ത നമ്മുടെ 2016 മോഡൽ പോർഷെ 780 ബോക്സ്റ്റർ സെസ്. ഇതാണ് കഴിച്ചപ്പോൾ ആ വണ്ടി. ഇതാണ് നമ്മൾ സ്പോയിലറിൻ്റെ ബട്ടനൊക്കെ ഉണ്ട്. ഇത് നിൽക്കുമ്പോൾ സീറ്റ് കണ്ടോ? ഇതെൻ്റെ മണ്ടയ്ക്ക് കണ്ടോ? ഇങ്ങനെ പോകുന്ന കാരണം വണ്ടിക്കകത്ത് എഞ്ചിനില്ലടാ. ഞാൻ ഇപ്പോഴൊക്കെ ഞാൻ രണ്ടും തുറന്നു നോക്കി. ഫ്രണ്ട് ഇരിക്കുകയെന്ന് അറിയാം, പക്ഷെ ബാക്കിലൊക്കെ പക്ഷേ വണ്ടിക്കകത്ത് എഞ്ചിനില്ല. കടത്തോണ്ടി കുറച്ച് 911 GT3 RS. ഇതാണ് അടുത്തോണ്ടി കിടുക്കാച്ചി മോഡൽ. ഇടില മുതൽ നിങ്ങൾ എൻ്റെ കമ്പനി കിടുക്കാച്ചി മോഡൽ വണ്ടി. കിടുക്കാച്ച മോഡൽ വണ്ടി. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് 20 മോഡൽ പോർഷെ 911 ടാർഗ ഫോറസ് എന്ന് പറയുന്ന മോഡലാണ്. ഇതാണ് ഈ വണ്ടി ഫുള്ള് ഞാൻ എല്ലാം റെഡ് എടുത്തിട്ടുണ്ട്. നല്ല ലുക്ക് ഇതിന് നമ്മൾ വണ്ടിക്ക് പൊക്കാൻ പറ്റും, റോഡ് വാട്ടാൻ പറ്റും. ഇതാണ് അടുത്ത വണ്ടി. ഞാൻ അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ 2023 പോർഷെ കൈനി ടെർബോ GT. അങ്ങനെ നോക്കാം. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട്. പോർഷെക്കത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇത് കണ്ടോ? കിടിലം വണ്ടി, SUV വണ്ടി, കിടിലം വണ്ടി. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് 2023
കിട്ടും. നല്ല ലുക്ക്, ഫ്യൂച്ചറിസ്റ്റിക് ലുക്കൊക്കെ ഉണ്ട് വണ്ടിക്ക്. നല്ല ലുക്കുണ്ട് ബോക്സിൽ. അടുത്തത് പറഞ്ഞാൽ 2005 TVR സഗാരീസ്. പേരോട്ട് നിങ്ങൾ ഞെട്ടണ്ട, ഇതൊരു വണ്ടി. ഇത് ഞാൻ കുറച്ച് മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കിടിലൻ വണ്ടിയാണ്. മോഡിഫൈ ചെയ്ത വണ്ടി എടുക്കായി കണ്ടോ. കമന്റ് അടിച്ചേക്കുന്നത് ലുക്കൊക്കെ ഉണ്ട്. അടുത്തതാണ് മോനെ ഇൻസൈൻ. അടുത്ത നമ്മുടെ ഇപ്പോൾ ഇവൻ്റ് വന്നായിരുന്നു, നമ്മുടെ ബാഡ് ഗൈസ് 2 എന്ന് പറഞ്ഞതിൻ്റെ ആ ഇവൻറ്റിൽ നിന്ന് കിട്ടിയ വണ്ടിയാണ് ബാഡ് ഗൈസ് 2 ബെറ്റി ബീസ്റ്റർ എന്ന് പറയുന്നൊരു മോഡൽ വണ്ടി. എനിക്ക് ഹോണൊക്കെ വർക്കിംഗ് ആണ്. ഇത് നമ്മൾ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ആക്രി വണ്ടിയാണ്. ആക്രി വണ്ടിയൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇത് കാണുമ്പോഴേക്കും ഒന്നും എനിക്ക് ഇഷ്ടമാണ് ഈ വണ്ടിയൊക്കെ. നല്ല വണ്ടിയാണ്. അതൊക്കെ നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇന്ത്യയിൽ കാണിച്ചത് സ്റ്റിക്സും കുറച്ച് ചില്ലറൊക്കെ ഇരിക്കുന്നുണ്ട്. റേഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. വാട്ട് ദി ഹാക്ക് മാൻ, എൻ്റെ മാസം എന്താ ചെറുതായി. നല്ല വണ്ടിയാണ്. വണ്ടിയെന്ന് പറയുന്നത് ഇതേപോലത്തെ വണ്ടി ഇത് ആർക്കും കാണത്തില്ല. അപ്പം അടുത്ത വണ്ടി ദി ബാഡ് ഗൈസ് 2 മസിൽ കാർ. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? കില്ല വണ്ടി കേട്ടോ. നല്ല എല്ലാം തല്ലി പൊളിച്ച് നമ്മുടെ വണ്ടി. ഇതാണ് അടുത്ത വണ്ടി ബാഡ് ഗൈസ് 2 ഒരു ഓർഡർ മറ്റേ ട്രക്ക്. ഇത് കാണുമ്പോൾ ഒരു ലുക്കാണ്. മറ്റേ അപ്പൂപ്പന്മാരുടെ ലുക്ക് ഈ വണ്ടിയുടെ കണ്ടു കാണും. ബാഗിന് അപ്പൂപ്പന്മാരുടെ വണ്ടിക്കകത്തൊന്ന് ഇറങ്ങി ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ കൂടെ ഒരു ബാഗൊക്കെ തുറക്കും. പിന്നെ അടുത്തത് കണ്ടി ഇത് സാധനം. ഇത് നമുക്ക് പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ 1967 ടൊയോട്ട 2000 GT. ചെറിയൊരു വണ്ടി കേട്ടോ. ലൈറ്റ് ഇടുമ്പോൾ ഇങ്ങനെ പോകുന്നു വരും. അതിൽ കുഴപ്പമില്ല. അടുത്ത വണ്ടി 2003 ടൊയോട്ട GR സുപ്ര. എൻ്റെ കളക്ഷൻ കാണിക്കുമ്പോഴത്തേക്ക് 2-3 മണിക്കൂർ കഴിയും. കിടില വണ്ടി, സെറ്റ് വണ്ടി. ഇത് ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയാണ് ടൊയോട്ടയുടെ. ഒരുത്തന്നെ നോക്കിക്കേ. ശരിക്കും പറഞ്ഞ് ഈ ഡ്രൈവിംഗ് നമ്പർ ഞാനാകും ഇതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാനുണ്ടാക്കി കോപ്പി അടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവനോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. നമ്മൾ വണ്ടി അങ്ങ് ഇടിച്ച് കയറ്റി വെച്ചേക്കാം. അവൻ ഇറങ്ങി പോകുന്നില്ല. അവനൊക്കെ ചെറുക്കനുണ്ട്. ഇത്തിരി വട്ടി പിടിച്ച് ചെറുക്കനുണ്ട്. ഈ വട്ട് പിടിച്ചവന്മാരൊക്കെ വെറുതെ ഇപ്പോൾ സംസാരിക്കാൻ പറ്റുക എൻ്റെ വട്ട. അടുത്ത വണ്ടി നമ്മൾ അതിനകത്ത് നല്ല ലുക്കൊക്കെ ഉണ്ട്. ടൊയോട്ടയുടെ തന്നെ വേറെ ഒരു മോഡൽ വണ്ടി. കുഴപ്പമില്ല. അടുത്ത വണ്ടിയാണ് 1985 മുതൽ ടൊയോട്ട കൊറോള AE86. കൊറോളയാണ്. കിടില വണ്ടിയായിരിക്കും. ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ ആ സൗണ്ട് കേട്ടോ. ഇതൊക്കെ സൗണ്ട് പോകും. നെക്സ്റ്റ് കാർ എന്ന് പറയുന്നത് 2020 മുതൽ ടൊയോട്ട GR സുപ്ര ഓപ്പൺ ടോപ്പ് കോൺസെപ്റ്റ്. ഇത് ഒരു ഇവൻ്റ് വന്ന വണ്ടിയാണ്. ഞാൻ എടുത്ത് തൂക്കിയല്ല വണ്ടിയിൽ. ഇതിന് അടുത്ത വണ്ടി എന്ന് പറയുന്നത് 2023 മോഡൽ ടൊയോട്ട GR86. ഈ വണ്ടിയുടെ
ബാക്കൊക്കെ കുഴപ്പമില്ല. ഹെഡ്ലൈറ്റ് ബാക്ക് ടെയിൽ ലൈറ്റിൻ്റെ ഒക്കെ ഇത് പൊളിയുണ്ട്. ഇവിടെ ഫ്രണ്ടൊക്കെ കിടിലം വണ്ടി. അടുത്തതെന്ന് പറഞ്ഞാൽ 1992 ടൊയോട്ട സൂപ്ര ടെർബോ ആണ്. ഇതിന് മറ്റേ പോകുന്ന ടൈപ്പ് ഹെഡ്ലൈറ്റ് ഒക്കെ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കാർ എന്ന് പറഞ്ഞാൽ 1996 മോഡൽ ടൊയോട്ട സൂപ്ര ടെർബോ. എല്ലാവർക്കും അറിയുന്ന മോഡൽ, നമ്മുടെ പോൾ വാക്കറിൻ്റെ ഒക്കെ കിടിൽ ലുക്കെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കാർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന വണ്ടിയാണ്. 2014 മോഡൽ ഫോക്സ് വാഗൺ ഗോൾഫ് V12 R. എങ്ങനെയുണ്ട്? കിടിലൻ വണ്ടിയില്ലേ? ഇപ്പോഴൊക്കെ സൗണ്ട് ഒന്നും ഇല്ല, നമുക്ക് കുഴപ്പമില്ല. അത്യാവശ്യം ഒരു പോളോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാർ കളക്ഷൻസ് എന്ന് പറയുന്നത്. എത്ര വണ്ടി ഉണ്ടോയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ വീടും കൂടി മനസ്സിലായി. ഇത് ഏതെടുത്തും പറയാൻ നിൽക്കുന്നത് എന്തോ എൻ്റെ പേര് ട്രിവോ MS. അപ്പോൾ ഒരു വീഡിയോ കിട്ടുന്നതായിരിക്കും. ഞാൻ എൻ്റെ കാർ കളക്ഷൻസ് വീഡിയോ കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. എനിക്ക് ടോട്ടൽ എത്ര വണ്ടി ഉണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇത് എൻ്റെ ഇത് ആരുടെയും വീട്ടിൽ കൊണ്ട് ഇടിച്ച് കയറ്റിയിട്ടുണ്ട്. എനിക്കൊരു ബൈക്കുണ്ട്. നമ്മൾ 2019 മോഡൽ KTM RC 390. ബൈക്ക് കേട്ടോ. സൗണ്ട് ഒറിജിനൽ ബൈക്കിന് തോന്നുന്നതാണ്. RCയുടെ സൗണ്ടാണ്. അപ്പം പിന്നെ പറയുമ്പം ഒരു ബോട്ടുണ്ട്, യമഹ C3 കൺവേർട്ടബിൾ. ഇത് വെള്ളത്തിൽ ഇറക്കം. അപ്പം ബോട്ട് ഇപ്പോൾ അടുത്തെല്ലാം വെള്ളമുണ്ടോ? വെള്ളം ഞാൻ അവിടെ കൊണ്ട് ഇറക്കി കാണിച്ചു തരാം. നമ്മൾ കത്തിച്ച് വിടുവാണ്. ഇവിടെ ഒരു വെള്ളം ഉണ്ട്. ഈ വെള്ള ഏരിയ കണ്ടിട്ട് ഇറക്കി തരാൻ കാണിച്ചു തരാം. ബോട്ട് ഒരു ഹെലികോപ്റ്റർ ഉണ്ടോ? ഹെലികോപ്റ്റർ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ യാച്ച്. കിടിക്കാച്ചിയല്ലേ? കിടിലൻ യാച്ച്. ഈ യാച്ച് എന്നാണ് കാറുമില്ല, ഡ്രിഫ്റ്റ് അടിച്ച് പോകും. ഞാൻ എക്സിറ്റ് അടിക്കാം. യാച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഡിസ്പോൺ ചെയ്തേക്കാം. ഡിസ്പോൺ നമ്മുടെ ഹെലികോപ്റ്റർ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഹെലികോപ്റ്ററിനെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. ഞാൻ ആൾക്കാർക്ക് ഇതില്ല, ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല. വാങ്ങിച്ചിട്ടൊന്നും ഉള്ളു. മാസം വല്ലതും വരുവാണെങ്കിൽ ഒന്നിങ്ങനെ വാങ്ങിച്ചിട്ടൊന്നും ഉള്ളു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ഷെയറൊക്കെ ചെയ്യണം. മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഗൈസ്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ വീണ്ടും വീഡിയോ വരുന്നതാണ്. നാളെ എനിക്ക് എക്സാമൊക്കെയാണ്, അതുകൊണ്ടായിരുന്നു വീഡിയോ ഇടുന്നത്. അപ്പം കുറേ നാളെ വീഡിയോ ഇട്ടിടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണം. പിന്നെ എൻ്റെ PC സ്പെക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടേക്കാം ഗൈസ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനൊരു ഗീവയുടെ കാര്യം പറഞ്ഞത് അതിന് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴായിരിക്കും ഗീവ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പിന്നെ എനിക്കിപ്പോൾ എത്ര വണ്ടി ഉണ്ടെന്നൊന്ന് കമൻറ്റും കൂടി ചെയ്തേക്കാം. ഞാൻ ഇപ്പോൾ കാണിച്ചതിനകത്ത് ഇപ്പോൾ റിവാർഡൊക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ.